എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് എല്ലാവരും കണ്ടുവരുന്നതാണ് അകാലനര. മുടി നരച്ചു വരുമ്പോൾ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പല റെമഡികളും ചെയ്ത് ആ നര നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അല്ലാണ്ട് നര കാണുമ്പോൾ തന്നെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ തേച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കൂടുതൽ നരയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിനായിട്ട് ബൗളിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് അളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു കൂട്ട് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. നമ്മൾ ചേനയൊക്കെ ചെത്തുന്ന സമയത്ത് കൈക്ക് നല്ല ചൊറിച്ചിൽ ആകാറുണ്ടല്ലേ, ആ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി ഈ ഒരു മിക്സ് കയ്യിൽ തേച്ച് കൊടുത്തിട്ട് ചേന മുറിച്ചാൽ മതി. ഒട്ടും തന്നെ ചൊറിയില്ല കേട്ടോ. അതുപോലെ തന്നെ വാഴയ്ക്ക, കൂർക്ക ഒക്കെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ കയ്യിൽ കറുപ്പ് കളർ വരാറുണ്ട്. ഇതുപോലെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടും തന്നെ കറ പറ്റാതെ നമുക്ക് ക്ലീൻ ആക്കി കൈ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫിഷൊക്കെ കഴുകി കഴിയുമ്പോൾ കൈക്ക് നല്ല സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് പോകാനും സോപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു മിശ്രിതം കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ട് കയ്യിൽ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കയ്യിലെ ആ ടാനെല്ലാം മാറിയിട്ട് കൈയുടെ സ്വാഭാവിക കളറ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല കിടിലൻ റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. അടുത്ത ടിപ്പിനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് 1 സ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് പൊടിയോ ഉപ്പ് കല്ലോ നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇത് 4 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ മിക്സിയുടെ ജാറിൽ മസാലക്കൂട്ടൊക്കെ പൊടിച്ച് കഴിയുമ്പോൾ അതിന് ഒരു സ്മെല്ലായിരിക്കും അല്ലേ. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കറിക്കൊക്കെ അരയ്ക്കുകയാണെങ്കിൽ ആ മസാലയുടെ മണം ആ കറിക്ക് അരയ്ക്കുന്നതിലേക്ക് വരാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മസാലക്കൂട്ടൊക്കെ പൊടിച്ചിട്ട് അതുപോലെ സ്മെല്ല് നിൽക്കുന്ന എന്തെങ്കിലും സാധനം അരയ്ക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അരച്ചതിന് ശേഷം ഇതുപോലെ ഉപ്പെടുത്തിട്ട് ഇതിനകത്തുനിന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ തന്നെ ഉപ്പ് ആ സ്മെല്ലെല്ലാം വലിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ചായക്കപ്പിലെ കറ കളയാനുള്ള ഒരു എളുപ്പ ട്രിക്കാണ് കേട്ടോ ഇത്. അതിനായിട്ടും ഇവിടെ എടുത്തിട്ടുള്ളത് ഉപ്പാണ്. കുറച്ച് ഉപ്പ് ഇതുപോലെ ഗ്ലാസ് ഒന്ന് കഴുകിയതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ആ ചായക്കറ പൂർണ്ണമായിട്ട് മാറിയിട്ട് നല്ല കളറ് കിട്ടുന്നതാണ് കപ്പിന്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ കറയെല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി. സ്ക്രബ് ചെയ്ത് ഉരയ്ക്കേണ്ടതൊന്നും യാതൊരു ആവശ്യമില്ല. ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല പുതിയ കപ്പ് പോലെ നല്ല തിളക്കമുള്ളതായിട്ട് ചായക്കറയൊക്കെ മാറിയിട്ട് ഇത് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിനായിട്ട് ദോശക്കല്ലിലേക്ക് വാളംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷമുള്ള പുളി എടുത്തിരുന്നാലും മതി, അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം എടുത്താലും മതി. ഇനി ഇത് ദോശക്കല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ കല്ലിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദോശക്കല്ലിൽ നിന്ന് ഒട്ടും തന്നെ ദോശ ഇളകി വരുന്നില്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പുതിയ ദോശക്കല്ലൊക്കെ ആണെങ്കിൽ മയക്കിയെടുക്കാനും ഇത് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പുളി എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ട് ആ പുളിയിലുള്ള വെള്ളം മുഴുവൻ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പുളിയിലെ വെള്ളം എല്ലാം വറ്റി നല്ലപോലെ ദോശക്കല്ല് പറ്റി പിടിച്ചിരിക്കുമ്പോൾ അതിനകത്തേക്ക് 1-2 തുള്ളി ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ദോശക്കല്ലൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ദോശക്കല്ലിൽ നിന്ന് ദോശ ഇളകി വരുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഒരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടല്ല മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കുകയില്ല. അവർക്കത് താല്പര്യമില്ലെങ്കിൽ പുളി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ദോശക്കല്ല് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ദോശക്കല്ല് ഇവിടെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ദോശ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നതാണ് കേട്ടോ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നതല്ല. അപ്പോൾ ഏത് ടൈപ്പ് ദോശ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത ടിപ്പിനായിട്ട് ഒരു ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ സവോള ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മുടിയുടെ നര മാറാനും മുടി വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തലയിലേക്ക് തലമുടി വളരുന്നതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവോള മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ജീരകം, ഉലുവ, അതുപോലെ ഉണക്ക നെല്ലിക്ക ഇവയെല്ലാം കടുകെണ്ണയ്ക്കകത്തിട്ട് 3 ദിവസം വെയിലത്ത് വെച്ചെടുത്ത എണ്ണയാണ് കേട്ടോ ഇത്. ഈ എണ്ണ മാത്രം ഉപയോഗിക്കുന്നത് മുടി വളർച്ചയ്ക്കും മുടിയുടെ അകാല നര മാറ്റുന്നതിനും ഹെൽപ്പ് ചെയ്യും. അപ്പം നെറ്റിയുടെ സൈഡിലൊക്കെ മുടി കൊഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. നല്ല ബേബി ഹെയർ ഒക്കെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നത് കാണാം. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സവോളയുടെ നീരിലേക്ക് ഞാൻ ഈ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ മുന്നത്തെ വീഡിയോയ്ക്കകത്തൊന്ന് നോക്കിയാൽ മതി കേട്ടോ. റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണിത്. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഈ സവോളയുടെ നീരിലേക്ക് ഈ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇത് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും മുടിയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മൈൽഡ് ഷാമ്പു ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ദിവസം ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ വെറുതെ വാഷ് ചെയ്ത് കൊടുത്തിരുന്നാലും മതി. പണ്ടുള്ള ആൾക്കാരൊക്കെ നാച്ചുറലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് 60-70 വയസ്സായാലും നര കാണാത്തതും. ഇന്നുള്ളവരുടെ ഷാമ്പു ഉപയോഗമൊക്കെ വളരെയധികം കൂടുതലായതുകൊണ്ടാണ് 10-18 വയസ്സാകുമ്പോൾ തന്നെ മുടി നരയ്ക്കുന്നതും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്കും 60-70 വയസ്സായാലും നരയ്ക്കാതെയുള്ള മുടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. എൻ്റെ നെറ്റിയുടെ സൈഡിലുള്ള മുടിയൊക്കെ വളർന്നു വരാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു റെമഡിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.